ഹലോ എവറി വൺ. ആകാശം എന്ന കഥയുടെ 44-ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. കനക അവർക്ക് 4 പേർക്കും നേരെ കൈകൾ കൂപ്പി നിന്നു. ഇതാണ് കനക, ആനുവിൻ്റെ അമ്മയാ. കിരൺ അവരെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തി. കനകലക്ഷ്മി ബാലചന്ദ്രനെയും ഗായത്രിയെയും ലക്ഷ്മിയെയും എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കനകയുടെ കണ്ണുകൾ എവിടെയോ കൊളുത്തി വലിക്കുന്നു. അവർക്ക് സ്വയം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ മുന്നിലിരിക്കുന്ന ബാലചന്ദ്രനെ കണ്ടതും അവർ ഒരു നിമിഷം സ്തബ്ധയായിപ്പോയി. ബാലചന്ദ്രനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. കനകലക്ഷ്മി അയാളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ഒരുപാടെന്തൊക്കെയോ കിരണിൻ്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാനും പറയാനുമുണ്ടായിരുന്നു ബാലചന്ദ്രന്. തൻ്റെ മകൻ്റെ വിവാഹം ആഡംബരപൂർവ്വം നടത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ വച്ച് പറയാൻ കരുതിയിരുന്നു ബാലചന്ദ്രൻ. എന്നാൽ കനകയെ കണ്ടതിനു ശേഷം അയാൾക്ക് നാവുയർത്താനോ വല്ലതും സംസാരിക്കുവാനോ കഴിഞ്ഞില്ല. തൻ്റെ കണ്ണുകൾക്കാണോ അതോ തൻ്റെ ബുദ്ധിക്കാണോ പിഴവ് സംഭവിച്ചത്? അയാൾ കനകയെ തന്നെ സൂക്ഷിച്ചു നോക്കി. 20ഓളം വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് വച്ച് വാഹനാപകടത്തിൽ വച്ച് മരണപ്പെട്ടു പോയ കനകലക്ഷ്മി എങ്ങനെ ഇപ്പോൾ തൻ്റെ മുൻപിലെത്തി? അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. പപ്പ വരൂ, അവർ ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്. ലക്ഷ്മി ബാലചന്ദ്രനെ ഉച്ചഭക്ഷണം കഴിക്കാനായി വിളിച്ചു. അയാൾ യാന്ത്രികമായി ടേബിളിനടുത്തേക്ക് നടന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെ അവിടെ അവർക്കായി ആലീസ് ഒരുക്കിയിരുന്നു. അനു, താനിവിടെ ഞങ്ങൾക്കൊപ്പം ഇരിക്കൂ. ലക്ഷ്മി അനുപമയെയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കാനായി കൊണ്ടിരുത്തി. ബാലചന്ദ്രൻ നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ ടവലെടുത്ത് ഒപ്പിമാറ്റി. അയാളുടെ തൊണ്ടയിൽ ആരോ ബലമായി പിടിച്ചതുപോലെയായിരുന്നു. ഒരു വറ്റുപോലും താഴോട്ടിറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അയാളുടെ മനസ്സും ചിന്തകളും കയറുപൊട്ടിയ പട്ടം പോലെ ഭൂതകാലത്തിലേക്ക് പാറിപ്പറന്നു. ഇനിയിപ്പോൾ അത് താൻ ഉദ്ദേശിച്ച ആളല്ലെങ്കിലോ? അയാൾ പുറകുവശം തിരിഞ്ഞ് വീണ്ടും ആളുകൾക്കിടയിൽ കനകയെ തിരഞ്ഞു. സ്റ്റെയർ കേസിനരികിലായി തന്നെയും കുടുംബത്തെയും ഉറ്റുനോക്കി നിൽക്കുന്ന ആ 2 കണ്ണുകൾ ബാലചന്ദ്രൻ കണ്ടു. തൻ്റെ മനസ്സിനുള്ളിലെ അതേ ചിന്തകൾ ആ നെഞ്ചിനുള്ളിലും അരങ്ങേറുന്നുണ്ട് എന്നത് ആ മുഖത്തു നിന്നും അയാൾക്ക് വ്യക്തമായി. ഇവിടെയുള്ള എല്ലാവരും എവിടേക്കെങ്കിലും ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ തനിക്ക് അവൾക്കരികിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ എല്ലാ സംശയങ്ങളും തീർക്കാമായിരുന്നു എന്ന് അയാളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ അനുപമയെ കിരൺ വിവാഹം കഴിക്കുകയാണെങ്കിൽ എപ്പോഴും തനിക്ക് അവളെ കാണേണ്ടി വരും. അയാൾ പ്ലേറ്റിൽ ചിക്കിച്ചികഞ്ഞുകൊണ്ട് ആലോചനയിലാണ്ടു. പെട്ടെന്നയാളുടെ നെഞ്ചിലേക്ക് ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞിറങ്ങി. അതെങ്ങനെ സംഭവിക്കും? കനകലക്ഷ്മിയെ താൻ അവസാനമായി കോട്ടയത്ത് വച്ച് കണ്ടപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അതിനുശേഷവും താൻ അവളെ കാണാൻ ശ്രമിച്ചപ്പോൾ ഒരപകടത്തിൽപ്പെട്ട് അവൾ മരണപ്പെട്ട വാർത്തയാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. അന്നങ്ങനെ കനക മരണപ്പെട്ടിട്ടില്ല എങ്കിൽ അവളോടൊപ്പമുള്ള അവളുടെ മകൾ അനുപമ. അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളോട് കുശലം പറയുന്ന ലക്ഷ്മിയെയും കിരണിനെയും നോക്കി. അപ്പോൾ ഇവർ മൂവരും ഒരച്ഛൻ്റെ മക്കളാണ്. അങ്ങനെയെങ്കിൽ കിരൺ അനുപമയെ വിവാഹം കഴിക്കുന്നതെങ്ങനെ? ഇല്ല, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അയാൾ കൈ കഴുകാനായി പെട്ടെന്നെഴുന്നേറ്റ് വാഷ് ബേസിനടുത്തേക്ക് നടന്നു. അപ്പോഴും തന്നെ നോക്കുന്ന ആ 2 കണ്ണുകളും നനവ് പടർന്ന് കണ്ണീരിൽ കുതിരുന്നത് ബാലചന്ദ്രൻ കാണുന്നുണ്ടായിരുന്നു. മോനെ കിരൺ, പപ്പ ഇന്ന് വരെ നിൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നിൻ്റെ വിവാഹകാര്യം പറഞ്ഞപ്പോഴും ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് എതിരായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് താനിത് കിരണിനോട് പറയുന്നത്? അവൻ ഒരുപാട് സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ മറക്കാൻ എങ്ങനെ അവനോട് ആവശ്യപ്പെടും? ബാലചന്ദ്രന് ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഈ വലിയ രഹസ്യം അവനിൽ നിന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. കിരണിന് ലക്ഷ്മിയെപ്പോലെ തന്നെയാണ് അനുപമയും. അവളും ഈ അച്ഛൻ്റെ മകൾ തന്നെയാണ്. അയാൾ ധർമ്മസങ്കടത്തിലായി. പപ്പയ്ക്കെന്തോ കാര്യമായി എന്നോട് പറയാനുണ്ടല്ലോ. എന്താണെങ്കിലും പറഞ്ഞോളൂ. മമ്മയെയും ലക്ഷ്മിയെയും വീട്ടിൽ കൊണ്ടാക്കിയപ്പോഴേ എനിക്ക് തോന്നി എന്നോട് മാത്രമായെന്തോ പറയാനുണ്ടെന്ന്. കിരൺ ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കിരൺ, ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ അതനുസരിക്കോ? അയാൾ സംശയത്തോടെ മകനെ നോക്കി. അതെന്താ ഇപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനൊരു സംശയം തോന്നാൻ? ഞാൻ പപ്പ പറയുന്നത് എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അവൻ പപ്പ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവാതെ അയാളെ നോക്കി. കിരൺ, നീ അനുപമയെ മറക്കണം മോനെ.
അവളെ നീ വിവാഹം കഴിക്കരുത്. അത് നമുക്ക് പറ്റില്ല. അയാൾ മകൻ്റെ നോട്ടം നേരിടാനാവാതെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. കിരൺ അയാളുടെ വാക്കുകൾ കേട്ട് തരിച്ചു നിന്നു. എന്താണ് പപ്പ? പപ്പ തമാശ പറയാണോ? പെട്ടെന്നെന്താ സംഭവിച്ചത്? അവൾ അനാഥയാണെന്നും കുടുംബമില്ലാത്തവളാണെന്നും ഞാൻ പപ്പയോട് ആദ്യമേ പറഞ്ഞതല്ലേ. പക്ഷേ അപ്പോഴെല്ലാം ഒരെതിരും പറയാതെ നിന്നിട്ട് ഇപ്പം എന്താ പെട്ടെന്നിങ്ങനെ? മോനെ, നീ പപ്പ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഈ ലോകത്ത് വേറെ ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും നീ എനിക്ക് കാണിച്ചതാ, ഞാൻ സമ്മതിക്കാം. കുടുംബവും വീടും സ്വത്തും ഒന്നും വേണ്ട. അനുപമയല്ലാത്ത വേറെ ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. നിന്റെ പപ്പ നടത്തിത്തരും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ദൈന്യത കലർന്നിരുന്നു. പപ്പ, എൻ്റെ പപ്പയെക്കുറിച്ച് എനിക്ക് അഭിമാനമായിരുന്നു. ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആത്മവിശ്വാസമായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. പക്ഷേ ഇപ്പോഴെനിക്ക് തോന്നുന്നു, പണവും പ്രതാപവും ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് അനുവിനെ നഷ്ടപ്പെടാൻ പോവാ. കിരണിൻ്റെ കണ്ണുകൾ പപ്പയ്ക്ക് മുൻപിൽ ഈറനായി. ആ പിതാവിൻ്റെ നെഞ്ച് തകരുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ തനിക്ക് സംഭവിച്ചു പോയ ഒരു പിഴവ്, അതിന് താൻ ഇനി അങ്ങോട്ട് ഒരുപാട് കണക്ക് പറയേണ്ടി വരും. ബാലചന്ദ്രൻ തൻ്റെ മകൻ്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി. മോനെ കിരൺ, ഈ കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പപ്പ നിന്നോട് പണത്തിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? പണമില്ലാത്തതിൻ്റെ പേരിൽ കൂടെയുള്ളവരെ താഴ്ത്തി കാണണമെന്ന് ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മോനെ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. നിനക്ക് അനുപമ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളാണുള്ളത്. നീ പപ്പയുടെ അവസ്ഥ മനസ്സിലാക്കണം. നീ എന്നെ മനപ്രയാസത്തിലാക്കരുത്. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കിരണിനെ ഏറെ വേദനിപ്പിക്കുകയായിരുന്നു. അനുപമ തൻ്റെ സ്വന്തമായെന്ന് കരുതി അവളെ നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. പക്ഷേ പപ്പയുടെ വാക്കുകളിലെ വേദന അത് വീണ്ടും തന്നെ തളർത്തി കളയുന്നു. എന്തോ ഒരു പ്രശ്നം പപ്പയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിലും ഇന്നുവരെ ഞാൻ പപ്പയെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം ഇതെൻ്റെ ലൈഫാണ്. ഇതിൽ എനിക്കെൻ്റെ കുടുംബമാണെങ്കിലും പപ്പയാണെങ്കിലും എതിർത്തേ കഴിയൂ. അനുവിനെ മറക്കാൻ എനിക്കാവില്ല. ബാലചന്ദ്രൻ്റെ വേദനയും സത്യാവസ്ഥയും മനസ്സിലാക്കാതെ കിരൺ തൻ്റെ മനസ്സിലെ വേദന തീർത്തു പറയുകയാണ്. കാത്തിരുന്ന് കാണാം ആകാശം. അടുത്ത ഒരു മനോഹരമായ പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.